വടകര മുക്കാളിയിൽ ദേശീയപാത സർവീസ് റോഡിൽ ഇന്നലെയാണ് ഈ അപകടമുണ്ടായത്. നമുക്ക് ഈ റോഡിൽ കാണാം, ഇവിടെ വലിയൊരു ഗർത്തം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗർത്തത്തിൽ വീണാണ് ഈ സ്കൂട്ടർ യാത്രക്കാരനായിരുന്ന ടി നാണു, ചോമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം വരുന്ന വഴിയാണ് ഈ വലിയ ഗർത്തത്തിൽ വീണ് മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വൈകിട്ടോടുകൂടി മരിക്കുന്ന സാഹചര്യമാണുള്ളത്. നാട്ടുകാരുണ്ട് നമ്മോടൊപ്പം. ഇടയ്ക്കിടയ്ക്ക് കുഴി രൂപപ്പെടും. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം കുഴിയായിരിക്കും. അപ്പോൾ ആളുകൾ ഈ കുഴിയിൽ എന്ന് വെച്ചാൽ എത്ര ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാലും അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇവിടെ വീണ്. ഇവിടെ ഈ ധാരാളം സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള നിർമ്മാണം ഈ മുക്കാളി വലിയ ഏരിയ, നമ്മളിവിടെ ടോൾ പ്ലാസ തുടങ്ങുന്ന സ്ഥലം ഇവിടെ നിന്നാണ് വെങ്ങാനം റീച്ചിൻ്റെ ആരംഭം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ആളുകൾക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടായി, നിരവധി ആക്സിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നു അപകടം നടക്കുന്ന സമയത്ത്? അതെ, ഞാനിവിടെ കടയിലുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് അയാൾ ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരുന്ന സമയത്ത് ഈ കുഴിയിൽ അങ്ങനെ തന്നെ വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു. കുഴീൻ്റെ ആഴം അയാൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഈ കുഴിയിലേക്ക് വീണ് എടുത്തടിക്കുകയാണ് ചെയ്ത്. അപ്പം തലക്ക് നല്ല സാരമായി വലിയ കുഴിയായുള്ളത്. കുഴി അയാൾക്ക് മനസ്സിലായില്ല, കാരണം വെള്ളം നിന്നിട്ടാണുള്ളത്. മഴ ഉണ്ടായിരുന്നല്ലോ അയാൾ. ഈ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടോ ഡ്രൈവർ കഴിഞ്ഞ ഒരു കുറച്ചപ്പുറം നമ്മൾ ടോൾ പ്ലാസിൻ്റെ അവിടെയായിട്ട് ഒരു ഓട്ടോ മറിഞ്ഞിട്ട്, കാരണം ഈ കുഴി തന്നെ. അപ്പോൾ അയാൾ നേരെ കുഴിയിൽ നിന്ന് വേണ്ടി ഓട്ടോ ചെരിഞ്ഞ് അയാൾ മരണപ്പെടുകയും ചെയ്തു. ഇവിടെയാണ് നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം NH അതോറിറ്റിനെ അറിയിക്കുന്നുണ്ട്. അവരിടയ്ക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ വരില്ല. അവർ വന്ന് നോക്കി, അവർ ആരും ഇല്ലാത്ത സമയത്ത് വന്ന് നോക്കിയിട്ട് അവരെന്തെങ്കിലും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ ഈ ഭാഗം മാത്രമല്ല, മറ്റേ ഭാഗം ഇത് തന്നെയാണ്. ഇവിടെ തൊട്ടപ്പുറം നിങ്ങൾക്ക് കാണാം. അയാൾ വളരെ സ്ലോ ആയിട്ടാണ് ഓടിക്കുന്നത്. നാണു എന്ന് പറഞ്ഞ ആൾ വളരെ സ്ലോ ആയിട്ടാണ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അപകടം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർക്ക് മുഴുവൻ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു എക്സിറ്റേഷനിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ അപകടമുണ്ടായ സ്ഥലം ഇപ്പോൾ താൽക്കാലികമായി NH അധികൃതർ കുറച്ച് മണ്ണും ടാറുമൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ, അത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിൽ, അപകടം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. NHൻ്റെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. അത് തുടർച്ചയായി ആളുകളുടെ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് വടകരയിൽ ഇന്നലെയും നമ്മൾ കണ്ടത്.